വരാനിരിക്കുന്ന മണിക്കൂറുകളിൽ മണ്ണാർക്കാട്ടെ മുസ്ലിം ലീഗിന്റെ ഐക്യം ബോധ്യപ്പെടുമെന്ന് UDF സ്ഥാനാർത്ഥി N. ഷംസുദ്ദീൻ MLA. വൻ പ്രവർത്തക നിരയുടെ അകമ്പടിയോടെ തഹസിൽദാർ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിക്കുള്ളിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പത്രികാ സമർപ്പണ വേളയിൽ ചില നേതാക്കളുടെ അഭാവം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആരെയും നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടില്ലെന്നും അസൗകര്യങ്ങൾ കാരണം ചിലർക്ക് എത്താൻ കഴിയാഞ്ഞതാണെന്നും അദ്ദേഹം മറുപടി നൽകി. അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. അതൊക്കെ നേതൃത്വം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കും, അതിനനുസരിച്ച് നടക്കും. ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, അതെല്ലായിടത്തും ഉണ്ടാവും. അതൊക്കെ ഒരു തീരുമാനം വരുന്നതോടുകൂടി പിന്നെ പാർട്ടി ഒറ്റക്കെട്ടാണ്, മുന്നണി ഒറ്റക്കെട്ടാണ്. ഞങ്ങളിവിടെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ടീം UDF ആണ്. അല്ല, അങ്ങനെ ഓരോ പരിപാടിയിലും എന്തെങ്കിലും കാരണവശാല കാര്യങ്ങൾ ഇല്ലാതിരിക്കാം. അപ്പൊ നമ്മളങ്ങനെ ആ രീതിയിൽ അവരൊക്കെ ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആരാണില്ലാത്തത്, എന്തുകൊണ്ട് പലരും നിന്ന് വരാൻ പറ്റാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോമിനേഷൻ കൊടുത്തോളൂ. നമ്മൾ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ എല്ലാവരുടെയും സമ്മതം വാങ്ങും. എല്ലാവരും സമ്മതവും സന്തോഷമൊക്കെ തന്നെ അറിയിച്ചു. ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന തിരക്കുകളുണ്ട്, എൻ്റെ അടുത്ത് പോകുന്നു. അങ്ങനെ ആരെയും ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല. എല്ലാവരും സൗകര്യപ്പെടുന്നവരൊക്കെ വരാൻ പറഞ്ഞു. കുറെ പേര് വന്നു, കുറെ പേര് അസൗകര്യം അറിയിച്ചു. എല്ലാവരുടെയും ആശീർവാദം തീർച്ചയായിട്ടും. ഇനി വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. ഇവിടെ UDF വളരെ ശക്തമായി ഒരു രാഗമായി, ഒരു താളമായി എന്ന് പറയുന്ന പോലെ UDFന്റെ പ്രവർത്തനം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ നിയോജക മണ്ഡലത്തിൽ കാണാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അത് കേരളത്തിലുടനീളം പ്രകടമാകുന്ന രാഷ്ട്രീയമാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള മത്സരമാണ്. UDF അതിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടുകളാണ് ജനങ്ങളുടെ മുമ്പിലുള്ളത്. ആ രാഷ്ട്രീയ നിലപാടിനുള്ള വോട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതാണ്. ഇവിടെ ഒരു പുതിയ മാറ്റം, ഒരു പുതുയുഗത്തിലേക്ക് ഈ സംസ്ഥാനത്തെ നയിക്കാനുള്ള ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം, കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ പ്രഖ്യാപനം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അടങ്ങുന്ന ഞങ്ങളുടെ നേതൃത്വം, പാണക്കാട്ടെ തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും PJ ജോസഫും ഒക്കെ അടങ്ങുന്ന ഞങ്ങളുടെ നേതൃത്വം, അവർ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. UDF പ്രവർത്തകരുടെ ആവേശോജ്വലമായ സാന്നിധ്യത്തിലാണ് MLA പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയത്. CCN മണ്ണാർക്കാട്.